എന്നോട് ഇന്നലെ അയാള് പറയുമ്പോ ആള് രാത്രി ജോലി കഴിഞ്ഞ് വരണ വഴിക്ക് പെട്ടെന്ന് എന്തോ ഒരു സാധനം ആളുടെ മേത്തേക്ക് കൊതറി വരണ പോലെ തോന്നി. അള്ളയില് ടോർച്ച് അടിച്ചിട്ട് നോക്കിയാ പറയുമ്പോ മൊബൈലിന്റെ ടോർച്ച് ആയിരിക്കില്ലേ. ഒരു പൂച്ച പതിഞ്ഞ് ചാടാൻ സ്റ്റെപ്പ് എടുത്ത് നിൽക്കുക. മേത്തേക്ക് ചാടി അയാള് പേടിച്ച് വീടിനകത്ത് കയറി വാതിലടച്ചു. വാതിലടച്ച് ആള് പേടിച്ചിട്ട് ആള് ഉറങ്ങിപ്പോയി. ആള് ഫിറ്റല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ആളും കൂടി ഒരുമിച്ചാണ് ടൗണിൽ വന്നത്. പേടിച്ചിട്ട് അതാ എനിക്ക് സംശയം. പേടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റണെന്നുള്ളത്. ഞാൻ ഇത് അറിഞ്ഞ് ഇന്നലെ അവിടെ ചെന്നു. അവിടെ പോവാനെങ്കിൽ ഇത്തിരി ധൈര്യമൊക്കെ വേണം. വഴി പോകാൻ പേടിയാ. ഒരു ആളും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഞാൻ വഴിക്ക് പല പ്രാവശ്യം പോയപ്പോ ശരിക്കും പല ശബ്ദങ്ങളും കേട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞ ആള് പറഞ്ഞിട്ടുള്ള ഏകദേശം ആംഗിൾസ് എല്ലാം വളരെ കറക്റ്റാണ്. 11:30 ടൈമിന് ഞാനും ആ വസ്തുവിടെ പോകുന്നതാണ്. ഒരു സൗണ്ട് ഞാനും കേട്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ഞാൻ കണ്ടോന്ന് ചോദിച്ചാ എന്നോട് കണ്ടോൻ പറഞ്ഞാണ്. അവനോട് അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞത്. എനിക്ക് അവിടെ കണ്ട പോലെ തോന്നി. അവൻ കണ്ട മാതിരിയെ പറഞ്ഞത്. കണ്ടവര് ആരും പറയില്ല, കണ്ടത് കണ്ടെന്ന് പറഞ്ഞു തന്നെയുള്ളൂ. ഞാനിത് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നതാ. അത് ശശി പറഞ്ഞു. കണ്ടോൻ പറഞ്ഞതാ. സുരേഷാണ് എന്നോട് പറഞ്ഞത്. അവന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. സംഭവം കണ്ടിട്ട് പറഞ്ഞു കേട്ടായിരുന്നു. ഞാൻ എന്നെ ആള് വിളിച്ചു പറഞ്ഞാണ്. എന്റെ അടുത്തൊരു 5-6 പേര് എന്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. എന്റെ ഒരു 10-15 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടോ. ചായക്കടയിൽ പറയണ ഒരു സംസാരം പോലെ തോന്നിയത്. എന്റെ അടുത്ത് നമ്മൾ ചങ്ങായി പറഞ്ഞു. ഇല്ല, ഇനി വേണം എല്ലാവരുടെ അടുത്തും പറയാനായിട്ട്. എനിക്ക് ഞാൻ കേട്ട സ്ഥലവും ആ പറഞ്ഞ ആളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ചിലപ്പോ ഉണ്ടാവാം, അറിയില്ല. എനിക്ക് അത്ര ഉറപ്പില്ല ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കണ്ടോ എന്ന് ചോദിക്കുമ്പോ കണ്ടു എന്ന് പറയും. ഒന്നും ചോദിച്ച് കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു കണ്ടില്ലെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണില് കാണാത്തത് നമ്മള് കണ്ടില്ലെന്ന് പറയല്ലേ നല്ലത്. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലും നമുക്ക് അതിപ്പോ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ശരിയാവില്ല. ചിലപ്പോ ഇനി വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളതുവരെ ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ നമുക്ക് ആ സമയത്ത് ആലോചിച്ചിരുന്നത്. ഇവിടെ വന്ന് മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് എന്താ ചെയ്യാന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ സംഭവം നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോ നിലത്ത് കാലിന്റെ പാടുകളൊക്കെ കാണാണ്ട്. വലിയ കാൽപ്പാടുകൾ. അവിടെ മറ്റേ കുടുംബശ്രീത്തെ ചേച്ചിമാര് പണിയുമ്പോ കണ്ടെന്ന് പറയേണ്ടവര് കാൽപ്പാടുകള്. പൂച്ചയല്ല, പൂച്ചകൾ കുറച്ചുകൂടി വലുപ്പമുണ്ട്. പൂച്ചയുടെ അല്ല, നായയുടെ പുലിയുടെ ആണ്. ചിലര് പറഞ്ഞത് നായയുടെയാവും, ചിലര് പറഞ്ഞ് പുലിയുടെയാവും. കാൽപ്പാട് കണ്ട പുലിയുടെ ആണോ പട്ടിയുടെ ആണോ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് പട്ടിയുടെ അല്ല. കാൽപ്പാട് പൂച്ചയുടെ കാണാണ്ട് ചിലവര് പറയണ്ട അത് പുലിയാണ്. പൂച്ച പുലിന് വ്യത്യാസം ഉണ്ടല്ലോ. ആ പൂച്ച പുലിയെ പോലെ ഇരിക്കണോന്ന് നിങ്ങൾ പറയണോ? പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതൊരു പുലിയായിരുന്നെങ്കിലോ കഴിഞ്ഞില്ലേ കാര്യം. പൂച്ച എന്തായാലും വീട്ടിൽ വളർന്ന ജീവിയായ കാരണം കുറ്റിക്കാട്ടിൽ എന്തായാലും പൂച്ച ഉണ്ടാകാൻ എന്തായാലും സാധ്യതയില്ല. ഉണ്ടാവണമെങ്കിൽ തന്നെ അത് പുലിയായിരിക്കാണ് സാധ്യത. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കണ്ടിട്ടില്ല. പുലിയുടെ തോന്നുന്നു. പൂച്ചയാണോ പുലിയാണോ എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ്. പൂച്ചയാണെങ്കിൽ തന്നെ അതിന് പുലിയില്ല നമ്മൾ കണ്ടെത്തിക്കൂടെ? അല്ല, ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ നിർബന്ധം പൂച്ചയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കാം. വെറ്റിനറി ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് അത് പുലിയുടെ തന്നെയാവുന്നു. എന്റെ ബലമായ സംശയം അത് വേറെ വല്ല ജീവികളായിരിക്കും. പുലിനെ കണ്ടെന്ന് പറഞ്ഞാ ഇന്നലെ എന്നെ കണ്ടപ്പോ പറഞ്ഞത് പൂച്ചയാന്നാ. ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞ പുലിയാണ്. പുലിയാണെന്ന് പറഞ്ഞ അങ്ങനെ അതല്ലാന്ന് ആള് പറയേണ്ട കാര്യമില്ലല്ലോ. ആദ്യം പേടിച്ചില്ലേ പുലിയാന്ന് പറഞ്ഞിട്ട് ഓർത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂച്ചയാന്ന് പറഞ്ഞപ്പോ അതെന്ത് ന്യായമുള്ളത്? അത് ആള് തന്നെ നാട്ടുകാരെ വെറുതെ ഇതാക്കാൻ പാടില്ല. ശരിക്കും അത് പുലി തന്നെ ആയിരിക്കും. അത് എനിക്കാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത് പുലി തന്നെയാണെന്ന്. ആൾക്ക് മാത്രമേ വിശ്വാസമില്ല. പക്ഷെ അത് കുഴപ്പമില്ല. 4-5 ആളായിട്ട് എന്നോട് ചോദിക്കുന്നു ശരിക്കും പുലിനെ കണ്ടവരുണ്ട്. അന്ന് ഞാൻ ആ സംഭവത്തിനെ കണ്ടപ്പോ പലരോടും പറയണമെന്ന് വെച്ചതാ. പക്ഷെ എനിക്കൊരു ഉറപ്പില്ലാത്തോണ്ട് അത് എന്താ ചെയ്യാ പറയാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ നാട്ടുകാരെല്ലാവരും പറയണ പുലി തന്നെയാന്ന്. ഉറപ്പ് തന്നെയാ പുലി തന്നെയാ സാധനം. അല്ലാണ്ട് ഇപ്പൊ പൂച്ചയൊക്കെ ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയൂ. പുലി ആയാലും പൂച്ച ആയാലും ഇനി അതിനെ നടക്കുമ്പോ ശ്രദ്ധിക്കണം. വെറുതെ പുലിവാരി പിടിക്കണ്ടല്ലോ. അത് പുലി തന്നെയാവും, അല്ലാണ്ട് ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയും. കാട്ടിലെന്തായാലും വസിക്കണത് പുലിയല്ല, എന്തായാലും പുലിയായിരിക്കാനും സാധ്യത. എന്റെ കാഴ്ചപ്പാടിൽ അത് ഒരു പുലിയാവാൻ തന്നെയാണ് ചാൻസ്. പുലിയാണോന്ന് ചോദിച്ചാ പുലിയാണെന്ന് തന്നെയാണ് എന്റെ നിഗമനം. പുലി ഇറങ്ങുമെന്ന് വെച്ചാല് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഞാൻ പറയണത് അവൻ എന്ത് കണ്ടോ അത് പുലിയാണ്. പുലിക്കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ പൂച്ചയാണെന്ന് തെറ്റിദ്ധരിക്കാം. കാരണം പൂച്ചയും ഒരു പുലിയുടെ കുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കാഴ്ചക്ക് ഒരുപോലെയാണ്. രണ്ടും മികച്ച ഒരുപോലെ. അതുകൊണ്ട് തന്നെ
ഇത് പൂച്ചയാണെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് പുലിക്കുട്ടി തന്നെ ആയിരിക്കുന്നതാണ്. അല്ല, പുലി പൂച്ചയെ പോലെ ഇത് പൂച്ച പുലിയെ കൂടെ. പുലിയാണോ പൂച്ചയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, തീയില്ലാണ്ട പുകയുണ്ടാവില്ലല്ലോ. ശരിക്കും പുലി തന്നെ ആയിരിക്കും അത്, എനിക്കതാ തോന്നുന്നത്. കാരണം പുലി അല്ലാണ്ട് ആർക്കും അങ്ങനെ എലീനെ ചാടി പിടിക്കാൻ അത്രയും ചാട്ടത്തിലൊക്കെ ഒരു എലീനെ കീഴ്പ്പെടുത്താൻ പുലിക്ക് തന്നെ കഴിയുള്ളൂ. പൂച്ചയ്ക്ക് അത് കഴിയില്ല. കാരണം പൂച്ചയ്ക്ക് കഴിയെങ്കിൽ കേരളത്തിൽ എങ്ങനെ ഇത്ര എലികളുണ്ടായി? ആവോ? അതെ, ആവും തോന്നുന്നു. ചിലപ്പോ ആവാൻ ചാൻസ് ഉണ്ട്. ഈ പൂച്ച നടക്കണമെന്ന് കേട്ടപ്പോ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും അത് പുലിയാണെന്ന്. പൂച്ചയും പുലിയുടെ അത്ര പോകുന്ന പൂച്ചകളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അത് പൂച്ചയാണ്, പൂച്ചയല്ല. 100% ഉറപ്പാണ്. കാരണം അങ്ങനത്തെ അവൻ അത് കണ്ടു എന്ന് പറഞ്ഞ കാരണം എനിക്ക് അവനെ അത്ര വിശ്വാസമാണ്. അപ്പൊ പിന്നെ നമുക്ക് വിശ്വസിക്കില്ലാണ്ട് തരില്ലല്ലോ, തെളിവുകളെ കൂടി ചേർത്ത് പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ നമ്മളങ്ങനെ വിശ്വസിച്ച് പോകണം. കുറച്ചധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കണ്ടു എന്നുള്ള അഭിപ്രായം പറയാൻ പിന്നെ നമുക്കൊരു നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും സത്യമായിരിക്കാവുന്നതിന് വിശ്വസിച്ച് പറയാം. ഒരാൾക്ക് സംഭവം ഒരാൾ പറഞ്ഞത് 10 ആളിലെത്ത് എടുത്തെത്തുമ്പോ അത് വലിയ വേറൊരു സംഭവം മാറും. ഞാനാദ്യം വിശ്വസിച്ചില്ല. പക്ഷെ എല്ലാരും പറഞ്ഞു കേട്ടപ്പോ അത് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നേരിട്ട് കണ്ടാണ് ഞാൻ വിശ്വസിച്ചിരിക്കും. ഇനി പുലി ഇറങ്ങിന്ന് വരുത്താൻ ഒരാൾ മരിക്കേണ്ടി വരുമോ? പുലിയുണ്ട്, പുലിയുണ്ട്, ലോകത്തിൽ പുലിയുണ്ട്. കാരണം പുലി ഉള്ളത് മറ്റേ ആഹാര വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പുലിയുണ്ടല്ലോ. പുലിയുണ്ട്, ലോകത്തിൽ പുലിയുണ്ട്. ഞാൻ രാത്രി അന്ന് അറിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്തിനിട്ടു പുലി ഇറങ്ങിയത്. അപ്പൊ തന്നെ ലൈക്കും കിട്ടി, കുറെ പേര് ഷെയറും ചെയ്തു എന്റെ ഫ്രണ്ട്സ്. നോട്ടിഫിക്കേഷൻ കൊടുത്തു, 76 ലൈക്കായി. അതിപ്പോ നന്നായി. ഇപ്പൊ ഫേസ്ബുക്കിലും മീഡിയക്കൊക്കെ ഒരു പണി ചെയ്തു. ശരിയാ. You mean tiger? No. Oh my gosh, what's going on in there? ഞാൻ ഇന്നലെ മൃഗശാലയിൽ ഇരുന്നപ്പോഴേ പുലിക്കുട്ടി പുലിയെ കണ്ടില്ല. ഞാൻ സൂത്തട്ടി അവരോട് ചോദിച്ചപ്പോ അവര് പറയാ പുലിയെ ചെക്കപ്പിന് കൊണ്ടുപോയിരിക്കുന്നു. ഈ പുലിക്ക് എന്താ ഒരു ചെക്കപ്പ്? ഇനിയിപ്പോ അടുത്താണ് തൃശ്ശൂർ സർക്കസ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്നേക്കും ചാടി പോകുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അവര് പറയില്ല സർക്കസ് കൂട്ടേണ്ടി വരില്ലേ? അപ്പൊ ഈ പുലിയെ കണ്ടപ്പോഴാണ് ആളുകൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്ന് പുലി മിസ്സായിരുന്നു. ആരാ ഇതൊക്കെ പറയണ? വെറുതെ ആൾക്കാർ പലതും പറയാം. അത് കേട്ടിട്ട് ഓരോന്ന് ഇതൊന്നല്ലേ, ഇതൊക്കെ കാട്ടിട്ട് ഇറങ്ങിയതാണിത്. കാട്ടിന്റെ ഈ സാധനം ഇത്രയും ദൂരം വരാൻ അവിടേക്ക് കന്നുകാലികളെ പിടിക്കാൻ വരണമെന്നുള്ള രീതിയിലാണ് സംഭവം വന്നത്. വന്നു കഴിഞ്ഞിട്ട് ഇത് അവിടെ ചെറിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചു. പുലിയുടെ ഒരു ഗർജനത്തിന്റെ സൗണ്ട് ഞാൻ കേട്ടു. ജാതി ശബ്ദം, ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ശബ്ദം. പിന്നെ 1-2 പേരൊക്കെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഈ വഴിക്ക് വീടിന്റെ ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ടുണ്ട്. എന്തായാലും ഒരു ഭീകരത സൃഷ്ടിച്ചു സംഭവം. അങ്ങനെ നോണ പറയേണ്ട ആവശ്യം നാട്ടുകാർക്കില്ല. ഞങ്ങളുടെ നാട്ടില് പ്രത്യേകിച്ചില്ല. ഞങ്ങള് ഭയങ്കര നല്ല മനുഷ്യരാണ്. മീൻസ് എല്ലാവരും എനിക്കറിയാം, ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര മാന്യന്മാരാ. ആ മാന്യന്മാർക്ക് ഒരിക്കലും നോണ പറയേണ്ട കാര്യമില്ല. ഒരു പുലിനെ പറ്റിയിട്ട് നോണ പറയേണ്ട കാര്യം എന്താ? ഞങ്ങള് ഭയങ്കര ക്ലിയർ ആയിട്ട് അത് പുലിയാണെന്ന് വിശ്വസിക്കുന്നു, പുലിനെ പിടിക്കുകയും ചെയ്യും. ഇനി സ്റ്റാവിലേക്ക് പോവാ. ഒരു തവണ ഞാനും ആ പുലിനെ കണ്ട പോലെ തോന്നുന്നുണ്ട്. ഫോറസ്റ്റുകാരോ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അവര് വന്നിട്ട് കെണി വെക്കട്ടെ, പുലിക്കണി. പേടിച്ചിട്ടൊന്നല്ല, പേടിയൊന്നുമില്ല നമുക്ക്. പക്ഷെ എന്നാലും നമ്മളൊരു മുൻകരുതൽ, മറ്റുള്ള നാട്ടുകാരെയും കൂടി നമ്മൾ സഹായിക്കാം. അവർക്ക് പേടി ഉണ്ടാവുമല്ലോ. കാടുകളില്ലാത്ത സ്ഥലത്തെ പുലി എന്നെ പിടിക്കാനായിട്ട് സാധനങ്ങളും കൊണ്ടുവന്ന് വയ്ക്കാൻ അതൊക്കെ ഒരു ആഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഉണ്ടായില്ലെങ്കിലും ഇത് നല്ലതാണല്ലോ. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എടുക്കുന്ന മുൻകരുതലൊക്കെ നല്ലതാണ്. അപ്പൊ പുലി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പൊ ഉള്ളത് ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. അല്ല, പുലി ഇറങ്ങിയിട്ട് പറയുന്നത് ഇപ്പൊ 2 ആഴ്ച പുലി ഇറങ്ങി പറയുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൂടുതൽ അറിയണത്. ഇപ്പൊ കണ്ടവരെന്ന് പറഞ്ഞ ദൃക്സാക്ഷി എന്ന് പറഞ്ഞ ആളില്ല. എന്നാ ഒരു ഇത് എല്ലാവരും കണ്ടവരാണ്. ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് പൂച്ചയാണെന്ന് നിർബന്ധം? പുലിയാണെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ ഇത്രയും ഉള്ളിലുള്ള നാടിനെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കപ്പോ ഇവര് പൂച്ച എന്ന് പറയണ്ടേ? നിങ്ങൾക്ക് എന്തൊരു നിർബന്ധം? നിങ്ങൾ പറയും, അല്ലെ നിങ്ങള് പൂച്ച എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് നിർബന്ധം? നിങ്ങൾക്കൊന്നും സമ്മതിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്താണ് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? വിദേശ ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്, പുലി നിർമ്മാണത്തിന്റെ ഫണ്ട് തുടങ്ങി. എത്ര പേര് നമുക്ക് അതിലേക്ക് കിട്ടുന്നു നിങ്ങൾക്ക് ആലോചിച്ചൂടെ? അല്ല, ഞാൻ പറഞ്ഞ പുലിനെ തുരത്താൻ വേണ്ടിട്ട്, പുലിനെ ഓടിപ്പിക്കാൻ വേണ്ടി സർക്കാർ സഹായം ഈ നാടിന് ചുറ്റും ഒരു വലിയ മതിൽ കെട്ടുന്ന പോലത്തെ ഒരു സർക്കാർ സഹായം നമുക്ക് ഉണ്ടാവും. നാടിന് വേണ്ടിയിട്ടാണ് നോക്കുക അല്ലെ? പിന്നെ ഒരു ലൈറ്റ് ഹൗസ്,
പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫുള്ള് എല്ലായിടത്തും ക്യാമറ അങ്ങനെ ടെക്നോളജി ഡെവലപ്മെന്റ് ആയിട്ട് നാളായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആവുന്നത് മനസ്സിലായില്ലേ? ഒരു വണ്ടിയുടെ അവിടെ നിന്ന് കയറ്റിയിട്ട് വെറുതെ ഇതിൽ കൂടെ വയനാട് കൂടെ കൊണ്ടുപോണ പോലെ ഒരു പുള്ളിയെ കാണാൻ 2 സൈഡ് എന്തോരം കാര്യം അല്ലെ. ഇവർക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾ എന്തിനാ ഈ ഡോക്യുമെന്ററി ഒക്കെ പിടിക്കുന്നത്? നിങ്ങൾക്ക് ഇത് ആലോചിച്ചൂടെ? ഇത്ര ചെറിയ കാര്യങ്ങൾ നമുക്ക് വല്ല വയനാട് തന്നെ ഒരു ഇത് കട്ട് ചെയ്യാം, ഇത് കാണുന്ന പോലെ കട്ട് ചെയ്യാം. എന്നിട്ട് അത് ഇതിന്റെ ഇടയിൽ ചേർത്തിട്ട് ഇതാണ് പുലി. ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു 10, 2000, 3000 കൊടുക്കാതെ 3000 അല്ല നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് നിങ്ങൾ പുലി വന്നു വിദേശ ഫണ്ട് വന്നാൽ കൃത്യമായിട്ട് പൈസ തരാം. പുലി വന്നു കണ്ട് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യും. അല്ല ഡോക്യുമെന്റ് ചെയ്യാൻ ഫണ്ട് വേണം. ഈ ക്യാമറ നിങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളല്ലേ? നിങ്ങൾക്ക് സ്വന്തമായി മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചൂടെ? നമ്മളിപ്പോ ഒന്നും മുതലെടുക്കുക എന്ന് പറയാൻ നമ്മള് ഒരു മോശം കാര്യമല്ല ചെയ്യണത്. ഒരു അവസ്ഥ വരുമ്പോ നമുക്കത് നമ്മളത് നമ്മുടെ ഫേവറബിൾ ആക്കുക, അത് നല്ലതല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോ നിങ്ങൾക്കും അത് നല്ലതാവും. അല്ലേ ആ ഡോക്യുമെന്ററി പുലിയുണ്ട് പേരിട്ട് പുലിയുണ്ട് പരമാവധി നമുക്ക് ആഫ്രിക്കയിൽ എവിടെ വെച്ച് പുലിനെ ഷൂട്ട് ചെയ്യാൻ പുലിനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പുലിനെ ആ സിനിമയിൽ എടുക്കാം. അത് കട്ട് ചെയ്തെടുക്കില്ല. ലൈഫ് ഓഫ് പൈ അല്ല അത് കട്ട് ചെയ്തെടുക്കാം. കടല് മാറ്റി കഴിഞ്ഞാൽ ടെക്നോളജി ഉണ്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരുപാട് പുലിയെ കണ്ടു 5 ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക. ഈ സാധനം പുലി ഉണ്ടല്ലോ. അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടില് പുലി ഇറങ്ങിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാത്രിയാണ് പുലിയെ കണ്ടതല്ലേ. ദേശീയ പ്രശ്നമാണല്ലോ വരാൻ പോണ. കുറുക്കമ്പാറ പഞ്ചായത്ത് പേര് മാറിയിട്ട് ഇവിടെ പുലിപ്പാറ പഞ്ചായത്താവും.